നമസ്കാരം. 18ാം സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് അടുത്ത മാസം 22-ന് തുടക്കമാകുന്ന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ് ഇത്തവണ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം. മെയ് 25-ന് നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിനും ഈഡൻ ഗാർഡൻസ് തന്നെയാണ് വേദിയാകുന്നത്. അതേസമയം സഞ്ജു സാംസൺ നയിക്കുന്നതിനാൽ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ ടീമുകളിലൊന്നായ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണയും 2 ഹോം ഗ്രൗണ്ടുകളുണ്ട്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിന് പുറമെ അസമിലെ ഗുവാഹത്തിയിലുള്ള ബർസാപര സ്റ്റേഡിയത്തിലും രാജസ്ഥാൻ റോയൽസ് ഇക്കുറി ഹോം മത്സരങ്ങൾ കളിക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ സമാനമായി രാജസ്ഥാന്റെ 5 ഹോം മത്സരങ്ങൾക്ക് ജയ്പൂർ വേദിയാകുമ്പോൾ 2 മത്സരങ്ങളാണ് ഗുവാഹത്തിയിൽ നടക്കുക. 2024-ൽ രാജസ്ഥാന്റെ അവസാന 2 ഹോം മത്സരങ്ങൾക്കാണ് ഗുവാഹത്തി വേദിയായത് എങ്കിൽ ഇത്തവണ ആദ്യ 2 ഹോം മത്സരങ്ങളാണ് ഇവിടെ നടക്കുക. മാർച്ച് 26-30 തീയതികളിലാകും ഗുവാഹത്തിയിലെ മത്സരങ്ങൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളാകും ഈ മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ എന്നാണ് പ്രമുഖ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഇത് തുടർച്ചയായ 3-ാം സീസണിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം മത്സരങ്ങൾക്ക് ഗുവാഹത്തി വേദിയാകുന്നത്. ഇതിന് പ്രധാന കാരണം റിയാൻ പരാഗാണ്. രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ റിയാൻ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിന്റെ നായകനാണ്. അവിടെ വലിയ ആരാധക പിന്തുണയാണ് താരത്തിനുള്ളത്. ഈ ആരാധക പിന്തുണ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാജസ്ഥാൻ ഹോം ഗ്രൗണ്ടായി ഗുവാഹത്തി കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻ സീസണുകളിൽ ഇവിടെ നടന്ന മത്സരങ്ങളിൽ വലിയ ആരാധക കൂട്ടമായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അതേസമയം ഗുവാഹത്തിയിൽ അത്ര മികച്ച റെക്കോർഡല്ല രാജസ്ഥാൻ റോയൽസിന് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം. 2023-ൽ അവിടെ കളിച്ച ഒരു മത്സരത്തിൽ തോറ്റ റോയൽസ് മറ്റൊന്നിൽ പരാജയം നേരിടുകയായിരുന്നു. 2024-ൽ ഗുവാഹത്തിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ രാജസ്ഥാൻ റോയൽസ് പരാജയം നുണയപ്പോൾ 2-ാം മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ഗുവാഹത്തിയിൽ കളിച്ച 4 ഹോം മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് സഞ്ജുവിന്റെ സംഘം ജയിച്ചത്. അതേസമയം ഗുവാഹത്തി രാജസ്ഥാൻ റോയൽസിന്റെ 2-ാം ഹോം ഗ്രൗണ്ട് ആകുന്നത് പോലെ ധരംശാല പഞ്ചാബ് കിങ്സിന്റെ 2-ാം ഹോം ഗ്രൗണ്ട് ആകുമെന്നും ഉറപ്പായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഇക്കുറി 3 മത്സരങ്ങൾ നടക്കുമെന്നാണ് സൂചനകൾ. ധരംശാലയ്ക്കും ഗുവാഹത്തിക്കും പുറമെ 10 സ്ഥിരം വേദികളിലും ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നതാണ്. അഹമ്മദാബാദ്, മുംബൈ, ചെന്നൈ, ബംഗളൂരു, ലക്നൗ, ബുലൻപൂർ, ഡൽഹി, ജയ്പൂർ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവയാണ് ഇത് വരുന്നത്. ക്വാളിഫയർ 1-ഉം എലിമിനേറ്ററും അതുപോലെ തന്നെ ഹൈദരാബാദിലും, ക്വാളിഫയർ 2, ഫൈനൽ എന്നിവ കൊൽക്കത്തയിലുമായിട്ടായിരിക്കും നടക്കുക. വിശദമായ ഫിക്സ്ചർ 1-2 ദിവസത്തിനുള്ളിൽ BCCI തന്നെ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ.